മൂകാംബിക യാത്രാ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൂകാംബിക ക്ഷേത്രത്തിനൊരു പ്രത്യേകതയുണ്ട്. മൂകാംബിക അമ്മ വിളിച്ചാൽ മാത്രമേ ഇവിടെ എത്താൻ പറ്റുകയുള്ളൂ. അതായത് ഭഗവതിക്ക് കാണണമെന്ന ആഗ്രഹമുള്ളവരാണ് ഇവിടെ വരുന്നവരെല്ലാം. മഹാരണ്യപുരം എന്ന പേരിൽ പണ്ട് പുരാണങ്ങളിൽ, പ്രത്യേകിച്ച് സ്കന്ദപുരാണത്തിൽ വിശേഷിപ്പിക്കപ്പെട്ട ഈ സ്ഥലം പ്രത്യേകിച്ച് കൊടുങ്കാടാണ്. ഈ സ്ഥലത്ത് കോലമഹർഷി തപസ്സനുഷ്ഠിക്കുകയും അദ്ദേഹത്തിൻ്റെ തപസ്സിൽ സംപ്രീതനായ സാക്ഷാൽ മഹാദേവൻ പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹിക്കുകയും ചെയ്തു. മാത്രമല്ല, ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് സ്വയംഭൂ ജ്യോതിർലിംഗത്തെ ഭഗവാൻ കോലമഹർഷിക്ക് കാട്ടിക്കൊടുക്കുകയും ഇനിയുള്ള കാലം ഇതിൽ പൂജിച്ച് തപസ്സനുഷ്ഠിച്ച് ജീവിക്കൂ എന്നും അങ്ങയുടെ പേരിൽ ഈ നാട് അറിയപ്പെടുമെന്നും പറഞ്ഞ് ഭഗവാൻ അന്തർധാനം ചെയ്തു. അങ്ങനെ ആ മഹാരണ്യപുരം ആയ പ്രദേശം കോലാപുരമായി. അത് ഇന്ന് ലോപിച്ച് കൊല്ലൂറായി. ശ്രീ ശങ്കരാചാര്യർക്ക് ദേവി ദർശനം കൊടുത്തപ്പോൾ കണ്ട രൂപമാണ് ക്ഷേത്രത്തിൽ നാം കാണുന്ന ദേവീരൂപം. മൂകാസുരനെ വധിച്ച ശേഷം അവിടെയുണ്ടായിരുന്ന സ്വയംഭൂ ജ്യോതിർലിംഗത്തിൽ ദേവി ലയിച്ചു. മൂകാംബിക ക്ഷേത്രത്തിലെ മൂലവിഗ്രഹം സ്വയംഭൂവായ ജ്യോതിർലിംഗമാണ്. ഈ ജ്യോതിർലിംഗത്തെ രണ്ടായി വിഭജിച്ചുകൊണ്ട് ഒരു സ്വർണ്ണരേഖയുണ്ട്. വലതുവശത്ത് ചെറിയ ഭാഗം ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരും ഇടതുഭാഗത്ത് വലിയ ഭാഗം മഹാകാളി, മഹാസരസ്വതി, മഹാലക്ഷ്മി എന്നിവരെ പ്രതിനിധാനം ചെയ്യുന്നു. ത്രിമൂർത്തികളും ത്രിദേവിമാരും ഒരേ ലിംഗത്തിൽ പൂജിക്കുന്ന വേറൊരു ക്ഷേത്രം ഭൂമിയിലില്ല. ജ്യോതിർലിംഗത്തെ നിങ്ങൾക്ക് ഈ സമയങ്ങളിലൊക്കെ ദർശിക്കാം. രാവിലെ 5:15 മുതൽ 5:45 വരെ, 7 മുതൽ 7:30 വരെ, വൈകിട്ട് 5:30 മുതൽ 5:40 വരെ നിങ്ങൾക്ക് ജ്യോതിർലിംഗത്തെ കാണാൻ സാധിക്കും. കലയുടെ കുലപതിയായ അമ്മയുടെ കാൽക്കൽ പഞ്ചാരി മേളം സമർപ്പിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി ഞങ്ങൾ വൈകുന്നേരം 7 മണിക്ക് യാത്ര തുടങ്ങുകയാണ്. ചേട്ടനും മകനും 4 വർഷത്തോളമായി ചെണ്ട ശ്രീ പള്ളിപ്പുറം വൈശാഖ ആശാൻ്റെ കീഴിൽ സർഗകലാ അക്കാദമി വാടാനപ്പള്ളിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 65 പേരോളം ഉണ്ടായിരുന്നു നമ്മുടെ യാത്രയിൽ. നമ്മുടെ മൂകാംബിക യാത്രയിൽ എല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നു. കുട്ടികൾ പ്രത്യേകിച്ചും അവരുടെ മുഖം കണ്ടാലറിയാം ഒരുപാട് സന്തോഷത്തിലായിരുന്നു. നമ്മൾ പാരൻസിനും നല്ല സന്തോഷമായിരുന്നു. കലാകാരന്മാർക്ക് മൂകാംബിക അമ്മയുടെ സന്നിധിയിൽ ഒരു 5 മിനിറ്റ് അവർ പഠിച്ചു വെച്ച കല അവതരിപ്പിക്കാൻ കഴിയുക എന്ന് പറയുന്നത് പൂർവജന്മ പുണ്യമാണ്. അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നു. വൈകിട്ടത്തെ ഭക്ഷണമെല്ലാം നമ്മൾ കയ്യിൽ കരുതിയിരുന്നു. ഒരുപാട് നാളത്തെ അന്വേഷണങ്ങൾക്ക് ശേഷം ഒടുവിൽ മലയാളിയായ ഒരു ചേട്ടൻ്റെ നമ്പർ എനിക്ക് ലഭിക്കുകയുണ്ടായി. ഷാജിയേട്ടൻ. അദ്ദേഹമാണ് ഞങ്ങൾക്ക് റൂം, അതുപോലെ തന്നെ മേളത്തിൻ്റെ കാര്യമൊക്കെ അമ്പലത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. യാത്ര തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് അദ്ദേഹത്തിന് പുറത്തു പോകേണ്ട ആവശ്യമുള്ളതിനാൽ അമ്പലത്തിൽ ഉണ്ടാവില്ല എന്ന്. ആ നിമിഷം എന്നെ സംബന്ധിച്ച് ടെൻഷൻ നിറഞ്ഞതായിരുന്നു. പിന്നെ ഗുരുവായൂരപ്പനോടും മൂകാംബിക അമ്മയോടും പ്രാർത്ഥിച്ച് എല്ലാം ഭംഗിയായി നടത്തിത്തരണേ എന്ന് പറഞ്ഞ് യാത്ര തുടർന്നു. പിറ്റേ ദിവസം 9 മണിക്ക് ഞങ്ങൾ അവിടെ എത്തി. റൂമിൽ പോയി കുളിച്ച് ഫ്രഷായി ദേവിയെ കണ്ടു തൊഴുതു. ശീവേലി കണ്ട് തൊഴാനായി സാധിച്ചു നമുക്കെല്ലാവർക്കും. ഞാൻ ദേവിക്ക് ഒരു തട്ടാണ് സമർപ്പിച്ചത്. അതിൽ സാരി, കുപ്പിവളകൾ, മാല, കൺമഷി, സിന്ദൂരം, പഴങ്ങൾ, അരി, ശർക്കര, നാളികേരം, നെയ്യ്, ചന്ദനത്തിരി, പൂക്കൾ അങ്ങനെ എല്ലാം വെച്ചൊരു തട്ട് ശ്രീകോവിൽ സമർപ്പിച്ചു. ഭക്തജനങ്ങൾക്ക് ദേവിക്ക് സമർപ്പിച്ച സാരികൾ പൈസ കൊടുത്ത് വാങ്ങിക്കാൻ കഴിയും. പടിഞ്ഞാറ് ഭാഗത്ത് അതിനായിട്ടൊരു കൗണ്ടർ ഉണ്ട്, അതിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാം. ഉച്ചഭക്ഷണം ഞങ്ങളെല്ലാവരും അമ്പലത്തിൽ നിന്നാണ് കഴിച്ചത്. അമ്പലത്തിൻ്റെ വടക്കു ഭാഗത്തായി ഭക്ഷണം കഴിക്കാനായി അന്നലക്ഷ്മി ഹാളുണ്ട്. അത്യാവശ്യം വളരെ വലിയൊരു ഹാളാണ്. പൊന്നിയരിയുടെ റൈസ്, സാമ്പാർ, രസം, പിന്നെ ഒരു കൂട്ടുകറി, പിന്നെ കടലപ്പരിപ്പ് പായസവും ഉണ്ടായിരുന്നു. അന്നലക്ഷ്മി ഹാളിൻ്റെ ക്യൂവിലൂടെ നടക്കുകയാണ്. അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഭക്ഷണം വാങ്ങിയതിന് ശേഷം തറയിലിരുന്ന് എല്ലാവരും ഭക്ഷണം കഴിച്ചു. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു നമ്മളിരിക്കുന്ന സ്ഥലം. അതിനുശേഷം ഞങ്ങൾ റൂമിൽ പോയി കുറച്ച് നേരം റെസ്റ്റ് എടുത്തു.
മക്കളൊക്കെ ചെണ്ടമേളം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റെഡിയായി അമ്പലത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഏകദേശം ഒരു 2:30 സമയമായപ്പോൾ ഞങ്ങൾ അമ്പലത്തിലെത്തി. അനുവാദം ചോദിച്ചു. മേളം ചെയ്യാനായി. ഇതെൻ്റെ രണ്ടാമത്തെ മകനാണ് അച്ചു. അച്ചുവിനൊരു ഭാഗ്യമുണ്ടായി. മൂകാംബിക ഭഗവതിയുടെ സന്നിധിയിൽ സരസ്വതി മണ്ഡപത്തിൽ വെച്ച് ശ്രീ പള്ളിപ്പുറം വൈശാഖാശാൻ്റെ കൈ പിടിച്ച് ചെണ്ടയിൽ ഹരിശ്രീ കുറിക്കുകയാണ്. ഞങ്ങൾക്കൊരുപാട് സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളായിരുന്നു അത്. ഇതെൻ്റെ മൂത്ത മകനാണ്. ഭഗവതീനെ കണ്ട് അനുഗ്രഹം മേടിക്കുകയാണ് മേളത്തിന് മുൻപായി. പിന്നെ ഞങ്ങളുടെ കൂടെ വന്ന കുട്ടികളുടെ അനിയത്തിമാർ കുറച്ച് സമയം ദേവിക്ക് മുൻപിൽ ഡാൻസ് അവതരിപ്പിച്ചു. മേളം തുടങ്ങി. ഏകദേശം 10 മിനിറ്റ് സരസ്വതി മണ്ഡപത്തിന് മുൻപിലായി കൊട്ടി. നല്ല തിരക്കായതുകൊണ്ട് പിന്നീട് പുറത്തെ സ്റ്റേജിലേക്ക് മാറി മേളം മുഴുവൻ കൊട്ടിത്തീർന്നു. ഏകദേശം ഒരു 5 മണിക്ക് നമ്മുടെ മേളം തീർന്നു. പുറത്തെ സ്റ്റേജ് നമ്മൾ ബുക്ക് ചെയ്തിട്ടില്ല. അത് എക്സിക്യൂട്ടീവ് മീറ്റിങ്ങിലൊക്കെയാണ് പാസ്സാവുക. പക്ഷേ അമ്മ നമ്മളോടൊപ്പം ചേർന്ന് നിന്ന നിമിഷങ്ങളായിരുന്നു അതെല്ലാം. അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് നമുക്ക് പഞ്ചാരി മേളം മുഴുവനായി കൊട്ടി തീർക്കാൻ അവിടെ പറ്റിയത്. അമ്മ നമ്മളോടൊപ്പം ചേർന്ന് നിന്ന് ഒരു പൈതലിനെ എങ്ങനെയാണോ ചേർത്ത് പിടിക്കുന്നത് അതുപോലെ അമ്മയുടെ സ്നേഹം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചു. മേളം കഴിഞ്ഞ് ചെണ്ടയൊക്കെ പാക്ക് ചെയ്ത് വണ്ടിയിൽ വെച്ച് ഞങ്ങളെല്ലാവരും ദീപാരാധന കണ്ടു തൊഴുതു. പിന്നീട് ഞങ്ങൾ രാത്രി ശീവേലിയും കണ്ടു തൊഴുതു. അമ്മ വെള്ളി മഞ്ചലിലും സ്വർണ്ണ മഞ്ചലിലും എഴുന്നള്ളുന്നത് കണ്ട് തൊഴുതു.
അത്താഴപൂജയ്ക്ക് ശേഷം ആ പ്രസാദം നമുക്ക് ലഭിക്കും. അതിനുവേണ്ടി ക്യൂ നിൽക്കണം. അതും സേവിച്ച് അമ്മയോട് യാത്ര പറഞ്ഞ് അമ്മ ഞങ്ങളെ ചേർത്ത് പിടിച്ച നിമിഷങ്ങൾക്ക് എല്ലാം നല്ല ഭംഗിയായി അമ്മ സാധിച്ചു തന്നതിന്, അമ്മയുടെ ദർശനം തന്നതിന് എല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് അമ്മയെ നമസ്കരിച്ച് ആ നടയിൽ നിന്നും പോരുമ്പോൾ മനസ്സിന് ഒരുപാട് സങ്കടമാണ്. ഇനി എന്നാണ് അമ്മയെ ദർശിക്കാൻ കഴിയുക? അമ്മയോട് എത്രയും പെട്ടെന്ന് തന്നെ ദർശനം തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പോന്നു. നേരെ റൂമിൽ പോയി റൂം വെക്കേറ്റ് ചെയ്ത് അന്ന് രാത്രി 10:30 നമ്മൾ തിരിച്ച് പോന്നു. എനിക്കും എൻ്റെ കുടുംബത്തിനും രണ്ടാമത്തെ തവണയാണ് ദേവി ദർശനം തന്നത്. അമ്മയുടെ അടുത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും എത്രയും പെട്ടെന്ന് തന്നെ എത്താൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. ഞങ്ങളുടെ ഈ മൂകാംബിക യാത്രാ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഈ യാത്രയിൽ സഹകരിച്ച എല്ലാവരോടും, പ്രത്യേകിച്ച് എൻ്റെ കുഞ്ഞു മക്കളോട്, വൈശാഖ് ആശാനോടും ടീമിനോടും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഈ വ്ളോഗ് കണ്ട നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി.